വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 445. കാഴ്ചയേക്കാളേറെ മനസ്സിനാണ് ഭംഗി തോന്നേണ്ടത്. സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. അധികം ആളുകളും സൗന്ദര്യത്തിന്റെ പിന്നാലെ പായുന്നവരുമാണ്. സൗന്ദര്യമെന്നത് മുഖത്തിന്റെ തിളക്കമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സൗന്ദര്യം മനസ്സിന്റെ തെളിച്ചമാണ്. കാഴ്ചയേക്കാളേറെ മനസ്സിനാണ് ഭംഗി തോന്നേണ്ടത്. ഭംഗിയുള്ളതുകൊണ്ടല്ല ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഭംഗി തോന്നുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സ്നേഹിക്കുന്നവരുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്താൽ ഇക്കാര്യം എളുപ്പം ബോധ്യമാകും. മുഖം നമുക്ക് ലഭിച്ച ഒരു സമ്മാനമാണ്. പക്ഷേ മനസ്സ് നാം നിർമ്മിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ്. അതെങ്ങനെ രൂപപ്പെടുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മ തീരുമാനിക്കുന്നത്. ഒരു നല്ല ചിന്ത, ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രവൃത്തി, ഇവ മൂന്നും കൂടുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സുന്ദരനാകുന്നത്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, വേദനയുള്ള സമയത്ത് എത്ര സ്നേഹത്തോടെ കൈപിടിക്കുന്നു മുതലായവയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന സ്വഭാവ ഗുണങ്ങളാണ്. സൗന്ദര്യം കാണാൻ കണ്ണുകൾ മതി, പക്ഷേ സൗന്ദര്യം തിരിച്ചറിയാൻ ഹൃദയം വേണം. ദിവസവും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നത് പോലെ സ്വന്തം മനസ്സിന് മുന്നിലും നിൽക്കാൻ പഠിക്കണം. ഇന്ന് ഞാൻ ആരെയെങ്കിലും സന്തോഷിപ്പിച്ചോ? ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ? ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യാനായോ? അതല്ല എൻ്റെ പ്രവർത്തനങ്ങൾ ആർക്കെങ്കിലും പ്രയാസം സൃഷ്ടിച്ചോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മുടെ യഥാർത്ഥ മേക്കപ്പ്. നമ്മൾ ഉള്ളിൽ നല്ലവരായാൽ ആന്തരിക സൗന്ദര്യം തിളങ്ങും. അപ്പോൾ ലോകം നമ്മെ സ്നേഹിക്കും. അവിടെ നിന്നാണ് ബന്ധങ്ങളുടെ ഭംഗിയും ജീവിതത്തിന്റെ വിജയവും തുടങ്ങുന്നത്. യഥാർത്ഥ സൗന്ദര്യം നാം ചെയ്യുന്ന സുഹൃതങ്ങളിലും നിരുപാധികമായ സ്നേഹത്തിലുമാണ്. അവയാണ് നമ്മെ എന്നും സുന്ദരരാക്കുന്നത്. ചരിത്രത്തിലെ അനശ്വര പ്രേമകാവ്യമായ ലൈല മജ്നുവിൽ പലരും ലൈലയോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ലൈല, സമ്പന്നയും കുലീനയുമായ നിനക്ക് എത്ര സുന്ദരന്മാരെ വേണമെങ്കിലും ലഭിക്കും. എന്നിട്ടും നീ എന്തിനാണ് ഈ ഭ്രാന്തന്റെ പിന്നാലെ നടക്കുന്നത്? അതിന് ലൈല പറയുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ്. മജ്നുവിന്റെ ഭംഗി കാണണമെങ്കിൽ ലൈലയുടെ കണ്ണിലൂടെ നോക്കണം. ലോകം കണ്ടതൊരു ഭ്രാന്തനെയായിരിക്കും, പക്ഷേ പ്രണയം കണ്ടത് ഒരു രാജാവിനെയാണ്. എന്റെ കനവിലെ രാജകുമാരനാണ് മജ്നു. സ്നേഹമെന്നത് കണ്ണുകളുടെ ദൃഷ്ടികോണമല്ല, ഹൃദയത്തിന്റെയും വികാരത്തിന്റെയും താളമാണ്. അവിടെ കുറ്റങ്ങളും കുറവുകളും പോലും ആകർഷകമായ കാവ്യമായി മാറുന്നു. സ്നേഹമുള്ളിടത്ത് അപൂർണതയും സുന്ദരമാകുന്നു. മറ്റുള്ളവർ കാണുന്നത് രൂപം, പ്രണയം കാണുന്നത് ആത്മാവാണ്. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ മൂല്യം അളക്കപ്പെടുന്നത് ലോകത്തിന്റെ കണ്ണുകളിലൂടെയല്ല, നമ്മെ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിലൂടെയാണ്. ലോകം കാണുന്നത് നമ്മുടെ പരാജയങ്ങളായിരിക്കും, പക്ഷേ നമ്മെ സ്നേഹിക്കുന്നവർ കാണുന്നത് നമ്മുടെ സാധ്യതകളാണ്, നമ്മുടെ ഭാവിയാണ്, നമ്മുടെ വിജയമാണ്. ഒരാൾ നമ്മിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ നമ്മെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരെ വിശ്വാസത്തിലെടുത്ത് മുന്നേറാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിജയത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത് മറ്റുള്ളവരുടെ വിധികളിൽ നിന്നല്ല, നമ്മിൽ വിശ്വസിക്കുന്നവരുടെ വിലയിരുത്തലുകളിൽ നിന്നാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.